ഹായ് മക്കളെ, ആ ഒരു $1 മില്യൺ ചോദ്യത്തിൻ്റെ ആൻസറുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതായത് സാറേ ഞാനൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണോ സാർ? റിപ്പീറ്റ് ചെയ്താൽ എനിക്ക് കിട്ടുമോ സാറേ? എനിക്കറിയാം ഒരുപാട് കുട്ടികളുടെ മനസ്സിലുള്ളൊരു ചോദ്യമാണെന്നുള്ളത്. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിലൊരു തീരുമാനമാക്കാൻ പറ്റും. ഞാൻ റിപ്പീറ്റ് ചെയ്യും സാറേ, അല്ല ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല സാറേ എന്നുള്ളത്. സോ എന്താണ് ഈ വീഡിയോയിൽ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഞാനൊരു 10-50ഓളം കുട്ടികളോട് എന്ത് ചെയ്തു, സംസാരിച്ചു, റിപ്പീറ്റേഴ്സിനോട്. അവരൊക്കെ എന്താണ് റിപ്പീറ്റ് ചെയ്തിട്ട് ടോപ്പ് റാങ്ക് വാങ്ങി ടോപ്പ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികളാണ്. ഒരൊറ്റ ചോദ്യം മാത്രമാണ് ഈ റിപ്പീറ്റേഴ്സിനോടൊക്കെ ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് ഒരു തവണ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞ് നീറ്റ് എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ലേ ഇത്തവണ ഇത് നടപടിയാവില്ല എന്നുള്ളത്? പിന്നെ എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ ഒരു വർഷം കൂടെ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്, റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചതെന്നുള്ളതാണ്. അപ്പം അവരൊക്കെ പറഞ്ഞ പ്രധാനപ്പെട്ട ആൻസറിൽ ഒന്നെന്താണെന്ന് വെച്ചാൽ, അവരുടെ മനസ്സിൽ ആ ഒരു കനൽ അപ്പോഴും ഉണ്ടായിരുന്നു. എന്താ കനൽ? ഇത് കുറച്ച് ചെറുതായിട്ടാണ് തോന്നുന്നത്, കാരണം ഡോക്ടർ എന്ന ഒരു ഡ്രീം അപ്പോഴും ബാക്കിയുണ്ടായിരുന്നു എന്നാണ്. ഞാൻ ഒന്നും കൂടെ വ്യക്തമാക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എനിക്കെപ്പോഴും ഡോക്ടർ ആവണമെന്നുള്ള ആഗ്രഹം എന്താണ് ആ സമയത്ത് ഉപേക്ഷിക്കാൻ തോന്നിയിട്ടില്ലെന്ന് ചില ആൾക്കാർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ റിപ്പീറ്റ് ചെയ്യാതെ വേറെ വല്ല കോഴ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര തോന്നലായിരുന്നത് ഞാൻ റിഗ്രറ്റ് ചെയ്യും പിന്നെ മരിക്കുന്നവരെ എന്നുള്ളത്. അപ്പം അങ്ങനെ തോന്നിയിട്ട് റിപ്പീറ്റ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. ആൻഡ് അവരൊക്കെ എന്ത് ചെയ്താണ്, റിപ്പീറ്റ് ചെയ്ത സമയത്ത് ആ ഒരു ഡ്രീമിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കൂട്ടരെന്ന് പറയുന്നത്, അവർ കോൺഫിഡൻ്റ് ആയിരുന്നു. അതായത് ഈ റിപ്പീറ്റ് ചെയ്തിട്ട്, ഇത് നിങ്ങളെ കേസിൽ സത്യമല്ലടാ, അത് റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നീറ്റിൽ നല്ല സ്കോർ എത്താത്തതിൻ്റെ പ്രധാന കാരണം നിങ്ങൾ റിപ്പീറ്റ് മര്യാദയ്ക്ക് പഠിക്കാത്തതുകൊണ്ടല്ല. അതിന് മുന്നത്തെ 2 വർഷം +1ഉം +2ഉം നിങ്ങൾ ഒന്നെങ്കിൽ സീരിയസ് ആയിട്ട് പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ എന്താണ് ഒരു കൺസെപ്റ്റ് ലെവലൊന്നും നിങ്ങൾ പഠിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അത് നിങ്ങൾ പഠിച്ചു തുടങ്ങിയത് റിപ്പീറ്റ് ചെയ്ത സമയത്താണ്. അങ്ങനെയാണ് ഉറപ്പായിട്ടും ആദ്യത്തെ 3-4 മാസം നിങ്ങൾ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യും. പിന്നെ നിങ്ങൾ എന്താണ് എത്ര കഷ്ടപ്പെട്ടാലും ഓടി എത്താനാവില്ല. നീറ്റ് തീരുമ്പോഴത്തേക്ക് ഫുൾ പോർഷൻസൊന്നും നിങ്ങൾക്ക് ചിലപ്പം പഠിച്ചു തീർക്കാൻ പറ്റിയെന്ന് വരില്ല. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ പക്ഷേ നീറ്റ് ആദ്യമായിട്ട് എഴുതി കഴിയുമ്പോൾ, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് എഴുതി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു വർഷം കൂടെ കിട്ടുകയാണെങ്കിൽ എന്തായാലും എനിക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്. ആ കോൺഫിഡൻറ്റോടുകൂടി റിപ്പീറ്റ് ചെയ്ത എല്ലാ ആൾക്കാരും എന്ത് ചെയ്തിട്ടുണ്ട്, നീറ്റ് ക്ലിയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻറ്റ് ഈ വർഷത്തെ നീറ്റോട് കൂടി കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ഒരു സംശയം വേണ്ട, നിങ്ങൾ റിപ്പീറ്റ് ചെയ്തോ. ഇനി അടുത്തത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ആ ചോദ്യം എങ്ങനെ ഉണ്ടാവുക, സാറേ ഇത്ര മാർക്ക് കിട്ടിയാലാണോ എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സാറേ എനിക്ക് ആകെ 450 മാർക്കുകൾ റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം, ചില കുട്ടികൾ എന്താ ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 2 മാസമൊക്കെ കഴിയുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവും ഇതെന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല. അവരങ്ങോട്ട് ഉഴപ്പിക്കഴിഞ്ഞ് അവസാന സമയത്ത് വീണ്ടും സീരിയസ് ആവുക. ചിലപ്പോൾ ഒരു 300 മാർക്ക് 320 മാർക്കൊക്കെ ഉണ്ടാവുള്ളൂ. അതായത് 90,000 റാങ്ക് വന്ന റിപ്പീറ്റേഴ്സിനെ എനിക്കറിയാം. അപ്പം അവർ ഉഴപ്പിയതുകൊണ്ടാണ് ആ മാർക്ക് കുറഞ്ഞത്. പക്ഷെ ആ സമയത്ത് അവർക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് നീറ്റിന് വേണ്ടി പഠിക്കേണ്ടതെന്നുള്ളത്. അങ്ങനെയുള്ള ആൾക്കാർ വീണ്ടും റിപ്പീറ്റ് ചെയ്തപ്പോഴുള്ള മാർക്ക് 330 ആണെങ്കിലും റിപ്പീറ്റ് ചെയ്ത് 650ഉം 690ഉം സ്റ്റേറ്റ് 5ാം റാങ്കിലേക്ക് എത്തിയ ആൾക്കാരെ അടക്കം എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ സംസാരിച്ചിട്ടുണ്ട്. സോ നീറ്റ് സ്കോർ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ മറ്റ് ചിലർക്ക് ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ടാണ് ഞാൻ മഞ്ഞ കളറിൽ ചെയ്തിട്ട്, അതായത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ 100% നിങ്ങൾ ഇട്ടിട്ടുണ്ട്, എന്നിട്ടും നിങ്ങൾക്കൊരു 400ൻ്റെ താഴെയാണ് നിങ്ങളുടെ സ്കോറെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യൂല നിങ്ങളോട് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാൻ. മറ്റൊന്നുകൊണ്ട് ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് പറ്റിയ പണിയായിരിക്കില്ല. അതായത് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ ചെയ്യാൻ പറ്റണമെന്നില്ല. എനിക്ക് പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ ആയിരിക്കും. അതേ സ്ഥാനത്ത് നിങ്ങൾ 100% ഇട്ട് നിങ്ങൾക്ക് 550, 610, 620 മാർക്കെങ്കിൽ ഉറപ്പായിട്ടും ഒരു വർഷം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ പറ്റും. പക്ഷെ ഒരു 400ൻ്റെ താഴെയാണെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ ആലോചിച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ. ഈ ഒരു കാര്യം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. ഇപ്പം തന്നെ എന്തുണ്ടാവും, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ ഒരു സംശയമില്ല, നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എഡ്യൂപോർട്ട് തന്നെയായിരിക്കും. കാരണം നിങ്ങളൊരു പക്ഷേ കേരളത്തിലെ ഏറ്റവും ടോപ്പ് കോച്ചിങ് സെൻറ്ററുകളിലായിരിക്കും നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവുക. അവിടെ പലപ്പോഴും നിങ്ങൾക്ക് നിങ്ങൾക്ക് നീറ്റ് കിട്ടാത്തതിൻ്റെ ഒരു പ്രധാന കാരണം നിങ്ങൾ പഠിക്കാത്തത് മാത്രമായിരിക്കില്ല, അവിടെ നിന്നുള്ള സപ്പോർട്ട്, എന്തുകൊണ്ട് പഠിച്ചു, എന്ത് പഠിക്കണം, എന്ത് പഠിക്കരുതെന്നൊന്നും പറഞ്ഞു തരാൻ ഒരാളില്ലാത്തതായിരിക്കാം, ഒരു ഗൈഡൻസ് കിട്ടാത്തതായിരിക്കാം. ആ ഒരു എല്ലാ പ്രശ്നങ്ങളും
എഡ്യൂപോർട്ടലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല. കൃത്യമായ ഗൈഡൻസ് നമ്മൾ പേഴ്സണലിയും തരും എന്ന് മാത്രമല്ല, നമ്മുടെ അഡാപ്റ്റ് സിസ്റ്റം നിങ്ങൾക്ക് ഓരോ ദിവസവും ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഇന്ന് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എത്ര ക്വസ്റ്റ്യൻ ചെയ്യണം എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നു. മാത്രമല്ല, നിങ്ങളുടെ ഓരോ സബ്ജക്റ്റിലെയും ഓരോ ടോപ്പിക്കിലുള്ളയും നിങ്ങളുടെ പ്രൊവിഷൻസ് എന്ന് കൃത്യമായിട്ട് മാർക്കും. അതാണ് പല കുട്ടികളുടെയും പ്രശ്നം. അത് ഒരു ഡിസംബറൊക്കെ ആയി പോർഷനൊക്കെ കഴിയുമ്പോൾ സിസ്റ്റം നിങ്ങളോട് പറഞ്ഞുതരും, മോളെ നിനക്ക് ഫസ്റ്റ് ചാപ്റ്റർ സെറ്റാ ഫിസിക്സിലെ, സെക്കൻഡ് ചാപ്റ്ററിൽ ഈ ഒരു ടോപ്പിക്ക് നീ ഒന്നും കൂടെ നോക്കണം എന്നുള്ളത്. അതല്ലേ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം പറ്റിയ പ്രധാന പ്രശ്നം. അതൊക്കെ സോൾവ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അഡാപ്റ്റ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. കൈപിടിച്ച് ഉയർത്തുക തന്നെ ചെയ്യും. ആൻഡ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ നിങ്ങളെ കാത്ത് അടിപൊളി സ്കോളർഷിപ്പ് ഉണ്ട്. നിങ്ങളുടെ റിപ്പീറ്റിൻ്റെ മാർക്ക്, നീറ്റ് സ്കോർ 550 മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഫുൾ സ്കോളർഷിപ്പാണ്. ട്യൂഷൻ ഫീയും ഇല്ല, ഹോസ്റ്റൽ ഫീയും ഒന്നുമില്ല, മെറ്റീരിയൽ ഫീയും ഒന്നുമില്ല. അതേപോലെ തന്നെ അതിൻ്റെ താഴെയുള്ള ഓരോ മാർക്കിലുള്ള സ്കോളർഷിപ്പ് ഇതാ നിങ്ങൾക്ക് ഞങ്ങളുടെ റിപ്പീറ്റർ ബാച്ചിൽ എക്സ്ക്ലൂസീവ്ലി റിപ്പീറ്റേഴ്സിന് മാത്രമായി തുടങ്ങുന്ന ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഒന്നുകിൽ എന്ത് ചെയ്യാം, 9526998855 എന്ന നമ്പറിൽ വിളിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് താഴെ കാണുന്ന ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. നമ്പർ ഒന്നും കൂടെ 9526998855. സോ എന്തായാലും സ്വപ്നം കണ്ടതല്ലടാ, ഒരു വർഷം കൂടെ നിങ്ങൾ പോയാലും വലിയ നഷ്ടമൊന്നും നിങ്ങളുടെ ജീവിതയാത്രയിൽ സംഭവിക്കില്ല. നിങ്ങൾക്ക് നിങ്ങളെ സ്വപ്നത്തിലേക്ക് ഉറപ്പായിട്ട് എത്താൻ പറ്റും.